കോടീശ്വരി ആയിട്ടുള്ള ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ ശീലം എന്തെന്ന് വെച്ചാൽ കാശില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാരെ അവളുടേത് മാത്രമായിട്ട് വശീകരിച്ചെടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2017 റിലീസ് ചെയ്ത യു ഗെറ്റ് മീ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ആരംഭിക്കുന്നത് ടൈലർ എന്ന് പറഞ്ഞൊരു പയ്യനിൽ നിന്നാണ്. ഇവനാണെങ്കിൽ ആലിസൺ എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഇവൻ ആലിസണെ പരിചയപ്പെട്ട പിന്നെയാണ് ഇവൻ്റെ ലൈഫ് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈഫായിട്ട് മാറിക്കൊണ്ടിരുന്നത്. ടൈലർ വീട്ടിലിരിക്കുമ്പോഴാണ് കൂടുതൽ സമയം അവൻ്റെ ഏറ്റവും ചെറിയൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്, അവളുടെ കൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഒരു വെയിറ്ററായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ടൈലറും ആലിസണും കൂടെ ഗില്ലും ലിഡിയ എന്ന് പറഞ്ഞ അവർ ഉറ്റ സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി പങ്കെടുക്കാൻ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഗില്ലാണെങ്കിൽ ടൈലറിനോട് പറയും അവൻ വളരെ ഭാഗ്യവാനാണ് ആലിസണെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയതുകൊണ്ട്, അതുകൊണ്ട് അവൾ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന്. ഇതേ സമയത്താണ് ആലിസണെ കാണാൻ വേണ്ടി അവളുടെ തന്നെ പഴയ കൂട്ടുകാരനായിട്ടുള്ള ചെയ്സ് വരുന്നത്. ചെയ്സ് ആണെങ്കിൽ ആലിസൺ ഇനിയിപ്പോൾ താമസിച്ച സിറ്റിയിൽ അയൽവാസിയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആലിസൺ ആണെങ്കിൽ അവനെ കാണുമ്പോഴത്തേക്കിനും ഒഴിവാക്കാൻ നോക്കും. കാരണം ഇവളുടെ പാസ്റ്റ് അവിടെ ഇട്ടിട്ടായിരുന്നു പുതിയ സിറ്റിയിലേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് ആലിസൺ ചെയ്സിനെ ഒഴിവാക്കിയിട്ട് ടൈലറിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ടൈലറിനോട് ഒരു ഡ്രിങ്ക് എടുത്തോട്ട് വരാൻ ചോദിക്കും. അങ്ങനെ ടൈലർ ഡ്രിങ്ക് എടുക്കാൻ പോയ സമയത്താണെങ്കിൽ ചെയ്സ് ടൈലറിനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം ആലിസണിനെ പറ്റി പറയും. അവളാണെങ്കിൽ ആ സിറ്റിയിൽ മറ്റൊരു പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു. അവൾ ഒരുപാട് പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആണുങ്ങളുടെ അവിടെ കിടന്നിട്ടുണ്ട്, ഇവനും ഒരു സമയത്ത് ഡേറ്റ് ചെയ്താന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ ടൈലറിന് ദേഷ്യം വരും. അപ്പോൾ അത് കഴിഞ്ഞാണ് ടൈലറാണ് ഒന്നും മിണ്ടാതെ അവിടെ നോക്കും. പിന്നീട് അവൻ ബാത്റൂമിലേക്കാണ് ചെല്ലുന്നത്. അതിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഹോളി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവനോട് സംസാരിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഇവളവനെ പതിയെ സെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കും. അവനോട് ഫ്ലിർട്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് അവനോട് ബൈ പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ ആലിസൻ്റെ കാര്യമില്ല ഓർത്ത് ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് പൂസായിക്കൊണ്ടിരിക്കും. അങ്ങനെ പൂസായിട്ടിരിക്കുമ്പോഴാണ് ആലിസൺ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം നടന്ന കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറിയതിനെ പറ്റിയൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് അവൻ പൊട്ടിത്തെറിച്ചിട്ട് അവളോട് പറയുന്നത് അവളെ ചെയ്സിനെ എന്തെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചൊരു വാക്ക് തർക്കം ഉണ്ടാവും, ബഹളമൊക്കെ ആവും. പിന്നീട് ആ പാർട്ടി സ്ഥലത്ത് വെച്ച് തന്നെ അവളും അവനും കൂടെ ബ്രേക്കപ്പ് ആവും. അത് കഴിഞ്ഞാണ് ഇവൻ സങ്കടത്തോടെ പാർട്ടി സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ അവൻ ഇറങ്ങിപ്പോരുമ്പോഴാണെങ്കിൽ അവിടെ ഹോളി ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരു കാറിൽ. അവളുടെ കാറ് കാണുമ്പോൾ തന്നെ അവന് പിടികിട്ടും അവൾ ലക്ഷറി ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഹോളി അവനോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അവൻ ബ്രേക്കപ്പ് ആയെന്ന്. ഉടനെ അവൾ പറയും എന്നാൽ അവളുടെ കൂടെ കുടിക്കൊള്ളാൻ പറഞ്ഞ് അവനെയും കൊണ്ട് വേറൊരു പാർട്ടി സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവന് ഓൾറെഡി നല്ല പൂസായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ അവന് വീണ്ടും ഡ്രഗ്സ് കൊടുക്കും. അങ്ങനെ അതും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പാതി ബോധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നീട് അവർ തമ്മിൽ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടും. അതിനുശേഷം അവൾ അവനെയും കൊണ്ട് ഒരു വീട്ടിലേക്ക് ചെല്ലും. അവിടെ വെച്ച് വീണ്ടും ഇടപെടും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി അവന് ബോധം വരും. അങ്ങനെ അവനെ എഴുന്നേൽക്കുമ്പോൾ അവനാണെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഹൗസിലാണ്. അങ്ങനെ അവനെ ഇതിലേക്കൂടെ വീടെല്ലാം നടന്ന് കാണും. അന്നേരമാണ് ഹോളിയെ കണ്ടു കഴിയുമ്പോൾ ഹോളിയോട് ചോദിക്കും ഇത് ആരുടെ വീടാണെന്നൊക്കെ. വന്നിട്ടിങ്ങനെ ഹോളി പറയും ഈ വീടിൻ്റെ ഓണർ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവളുടെ കൺട്രോളിലായി വീടെന്ന് പറയും. അത് കഴിഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് ഒരു ഇഷ്ടത്തിലൊക്കെ ആവും. പിന്നീട് അവർ വീണ്ടും ഇൻറ്റിമേറ്റായിട്ട് ഇടപെടും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അവിടെ ഒരു ദിവസം കിടക്കും. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴാണ് ടൈലറിന് പെട്ടെന്ന് തോന്നുന്നത് അവൻ്റെ അനിയത്തി വീട്ടിൽ ഒറ്റയ്ക്കാന്ന്. അപ്പോൾ ഇതിന് ഹോളിയോട് ആ കാര്യം പറഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും. പിന്നീട് അവൻ സ്വന്തം വീട്ടിൽ വന്ന ശേഷമാണ് ഫോൺ എടുത്ത് നോക്കുന്നത്. അന്നേരം അവൻ്റെ അമ്മയുടെ കുറേ മിസ് കോളും അതുപോലെ തന്നെ ആലിസൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനാണെങ്കിൽ ആലിസനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആലിസൺ ആണെങ്കിൽ അവനോട് സത്യമെല്ലാം തുറന്നു പറയും. അവളാണ് ഇതിനു മുമ്പുള്ള ലൈഫ് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ആ പാസ്റ്റ് മറച്ചു വെച്ചത്, അതുപോലെ തന്നെ അന്നത്തെ ലൈഫ് എല്ലാം വിട്ടിട്ടായിരുന്നു വന്നതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കിനും ഇവനും അവളോട് സോറി പറയും, പെട്ടെന്ന് ദേഷ്യപ്പെട്ടൊക്കെ ഓർത്തിട്ട്. അത് കഴിഞ്ഞ് ആലിസൺ വീണ്ടും പറയും അവളുടെ ഈ പാസ്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ടൈലർ ഇവളെ ഉപേക്ഷിക്കുക എന്നുള്ള കാരണം കൊണ്ടൊന്നും പറയാതിരുന്നേ, അത് ടൈലറിനുള്ള സ്നേഹം കൂടുതലുണ്ടായിരുന്നൊക്കെ പറയും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർ വീണ്ടും ഒന്നിക്കും. അങ്ങനെ ഇവർ അവധിയെല്ലാം തീർന്നു, വീണ്ടും സ്കൂൾ തുറക്കും. അങ്ങനെ ഇവർ ഹൈസ്കൂളിലേക്ക് പോകും. അങ്ങനെ അവൻ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അവിടേക്ക് ഹോളി വരുന്നത് കാണുന്നത്. അവളാണ് അവൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവനാണ് ആദ്യം സർപ്രൈസ് ആവും. അത് കഴിഞ്ഞ് അവൻ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ പറയും അവളുടെ അമ്മ തീരുമാനിച്ചെന്ന് ഇനി ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നുള്ളെന്ന്, അതുകൊണ്ട് അവൾ ഈ സ്കൂളിൽ ചേർന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് ആലിസണയും ടൈലറിനെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കിനും ഹോളി അവനെ കൺഗ്രാറ്റ്സ് ചെയ്യും. അപ്പോഴത്തേക്കിനും ടൈലറാണ് ഹോളിയോട് പറയും അന്ന് നടന്ന കാര്യങ്ങളൊന്നും ആലിസണൊന്നും പറഞ്ഞേക്കില്ലെന്ന്. അപ്പോഴത്തേക്കിനും ഇവൾ പറയും ഇവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഒരിക്കലും അത് പറയത്തില്ലെന്നൊക്കെ പറയും. അത് കഴിഞ്ഞാണ് ഇവർ 4 പേരുള്ള ഗാങ്ങിലേക്ക് പതിയെ ഹോളിയും വന്ന് ചേരും. അത് കഴിഞ്ഞ് അവരെല്ലാം കൂടെ സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഹോളി ആരും അറിയാതെ നൈസായിട്ട് ടൈലറിനോട് വേറൊരു സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടും ആരും കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തിട്ട് ഹോളിയാണെങ്കിൽ അവനെ കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവനാണെങ്കിൽ അവളെ തട്ടി മാറ്റും. എന്നിട്ട് ടൈലർ പറയും അന്ന് നടന്നതിൽ ആക്സിഡൻ്റ് ആയിരുന്നു, അവനൊരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് ഓർത്തല്ല, അന്ന് ബ്രേക്കപ്പ് ആയ പെട്ടെന്നുള്ള വിഷമത്തിൽ ചെയ്തു പോയതാ, ഇവനാണെങ്കിൽ ആലിസനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളെന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് ഹോളി പറയും അവനാണെങ്കിൽ ഇവളെ ചതിച്ച് യൂസ് ചെയ്തല്ലേ, അതുകൊണ്ട് ഇനി അതിൻ്റെ പേര് ഇവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയും. പിന്നീട് ഒരു സമയത്ത് ആലിസണും ഹോളിയും ലിഡിയയും കൂടെ നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ ലിഡിയ ഹോളിയോട് ചോദിക്കും അവളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി തരണമല്ലോ, പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിലും അവൾക്ക് അക്കൗണ്ട് ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കിന് ഹോളി പറയും അവൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊന്നുമില്ല, അവളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു, അല്ലാതെ കാണേണ്ടവർക്ക് അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നുള്ളതൊക്കെ പറയും. അപ്പോൾ ലിഡിയയ്ക്കാണെങ്കിൽ ചെറിയ ഡൗട്ടൊക്കെ തോന്നും.
പിന്നീടാണ് ഇവരെല്ലാം കൂടെ ടൈലറിൻ്റെ കഫേയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഹോളി ആണെങ്കിൽ കൂടെയുള്ള കൂട്ടുകാരെല്ലാം അവളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോഗ്രാഫ്സാന്ന് പറഞ്ഞ് കുറേ ഫോട്ടോഗ്രാഫ്സ് കാണിക്കും. അതിലാണെങ്കിൽ ഓർമ്മ ടൈലറിൻ്റെ തന്നെയായിരുന്നു, പക്ഷേ അവൻ്റെ മുഖമില്ലായിരുന്നു, ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവൾ എടുത്തതായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ടൈലറാണെങ്കിൽ ഒന്ന് പേടിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇവർ പുറത്തോടെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി നടന്നു പോകും. അപ്പോഴാണ് ആലിസൺ ആണെങ്കിൽ ആ ഫോട്ടോ കണ്ട ചെറുക്കൻ ഏതായിരുന്നു ഹോളിയോട് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കിനും ഹോളി പറയും അവനെ അന്ന് പാർട്ടി വെച്ച് കണ്ടതായിരുന്നു, അന്ന് കണ്ടപ്പോൾ തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തെന്നൊക്കെ. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ഗില്ലിനെ കയറി കിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ആലിസൺ അവർക്ക് ഇനി ഗില്ലായിരിക്കും അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആലിസൺ ആ പ്രശ്നം അവിടെ വെച്ച് വിടും. ഹോളി ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈലറിനാണെങ്കിൽ ഗില്ലിനോട് ഒരു അസൂയ തോന്നാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ടാണെങ്കിൽ ഹോളിയാണെങ്കിൽ ഡെയിലി ആലിസൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഹോളി അവിടെ ചെന്ന ശേഷം പതിയെ ആലിസനെ ആണെങ്കിൽ ടൈലറിൻ്റെ അടുത്തു നിന്ന് പിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തി തുടങ്ങിയായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ ടൈലറാണെങ്കിൽ ഗില്ലിനോടുള്ള സത്യമെല്ലാം തുറന്നു പറയുമായിരുന്നു. അവനുള്ള സത്യമെല്ലാം പറഞ്ഞിട്ട് പറയും ഇപ്പോഴാണെങ്കിൽ ഇവനാണെങ്കിൽ ചെയ്ത തെറ്റ് ആലിസണിനോട് പറയണമെന്നുണ്ട്. അതുപോലെ തന്നെ ഹോളി ഗില്ലിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, അവനോട് അങ്ങനെ പെരുമാറുന്നതിന് കാരണം ടൈലറിന് അസൂയ തോന്നാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ഗില്ലിന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയും ഗില്ല് പറയും അങ്ങനെയൊന്നുമില്ല, അവൾക്ക് ശരിക്കും ഇവനോട് ഇഷ്ടമുണ്ട്, ഇവന് ശരിക്കും അസൂയ കൊണ്ട് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസമാണ് ടൈലറാണെങ്കിൽ ഹോളിയുടെ അമ്മേനെ സ്കൂളിൽ വെച്ച് കാണുന്നത്. അപ്പോഴത്തേക്കും ടൈലർ എന്ന് അവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അവനെ പിടികിട്ടുന്നത് അന്ന് ഹോളി പറഞ്ഞെല്ലാം കള്ളമായിരുന്നത്. കാരണം ഇതാണെങ്കിൽ അവളുടെ സ്റ്റെപ്പ് മദർ ആയിരുന്നു. അതുപോലെ അന്ന് അവൻ താമസിച്ച വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഹോളിയുടെ തന്നെ വീടായിരുന്നെന്ന്. അങ്ങനെ ഇതേ സമയം സ്കൂളിൽ വെച്ചാണെങ്കിൽ ആലിസൺ ആണെങ്കിൽ ഹോളിയുടെ ക്യാരക്ടറിലെ പ്രത്യേകതയെ പറ്റിയൊക്കെ ലീഡിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ ലീഡിയയും പറയും അവളുടെ കാര്യത്തിൽ ഇവൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, കാരണം അവിടെ ഒരു സോഷ്യൽ മീഡിയ പോലും ഇല്ലെന്ന് പറയും. അപ്പോൾ ഹോളിയാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഹോളി അന്നേരം തന്നെ ഉറപ്പിക്കാൻ ലീഡിയനെ ഒഴിവാക്കുന്ന കേസ്. അങ്ങനെ ഇവർ മൂന്നും കൂടെ ക്യാൻറ്റീനിൽ വെച്ച് ഷെയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ലീഡിയ തല ഇറങ്ങി താഴെ വീഴുന്നത്. അങ്ങനെ ലീഡിയ ഹോസ്പിറ്റലിലാകും. അപ്പോൾ ഹോളിയായിരുന്നു ഇതിനെല്ലാം പിന്നിൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹോളി വീട്ടിൽ ചെന്ന ശേഷമാണെങ്കിൽ സ്റ്റെപ്പ് മദറുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ അപ്പൻ്റെ ബാക്കി സ്വത്തും കൂടി ഇവൾക്ക് വേണമെന്ന് പറയും. അപ്പോഴത്തേന് സ്റ്റെപ്പ് മദർ പറയും അത് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഇവളൊരു തെറാപ്പിസ്റ്റിനെ പോയി കാണണമെന്ന് പറയും, കാരണം ഇവൾക്ക് മെൻ്റൽ പ്രോബ്ലം ഉള്ളതാണെന്ന്. അന്നേരമാണ് ഹോളി പറയുന്നത് ഇവൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നതിനേക്കാളും നല്ലത് ഇവൾ മരിക്കുന്നതെന്ന് പറയും. പിന്നീട് ഒരു സമയം ആലിസൺ ആണെങ്കിൽ ടൈലറിനെ കാണാൻ വരും. എന്നിട്ട് ടൈലറിനോട് പറയും ഹോളി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ആ ഹോളിക്ക് ഒരു കെയർ കൊടുക്കാനൊക്കെ ആലിസൺ നീ തൊട്ട് ഹോളിയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ ടൈലറിനാണ് വീണ്ടും പേടി കൂടും. അങ്ങനെ ഹോളി ആലിസണും കൂടി ഇരിക്കുന്ന സമയമാണെങ്കിൽ ഹോളി ആലിസണോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ ആലിസൺ ആണെങ്കിൽ ടൈലറിൻ്റെ ബേബിയെ പ്രഗ്നൻ്റ് ആകുവാണെങ്കിൽ എന്നായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഹോളിയാണെങ്കിൽ മാക്സിമം ആലിസൺ ഒരു വലിയ പ്രതീക്ഷ കൊടുത്തിട്ട് പെട്ടെന്ന് അതില്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ടൈലർ നോക്കുമ്പോൾ ഹോളി ഇതേ അവൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ദേഷ്യം വന്ന ടൈലറാണെങ്കിൽ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരും. അപ്പോഴത്തേക്കിനും ഹോളിയും തിരിച്ച് അവനോട് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പോഴത്തേക്കിനും ടൈലറാണെങ്കിൽ അവളോട് പറയും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആ കൊച്ചിനെ അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുമ്പോഴത്തേക്കും ഇവൻ അവളെ കയറി തട്ടും. അങ്ങനെ അവളുടെ വായിന്നൊക്കെ ചോര വരും. അങ്ങനെ ഇതോടുകൂടി അവൾക്കാണ് വളരെ ദേഷ്യമാവും. അങ്ങനെ വൈകുന്നേരം ചെന്ന് അവളുള്ള സത്യമെല്ലാം കൂടെ ആലിസണോട് വിളിച്ച് പറയും. ഇതേ സമയം ടൈലറാണെങ്കിൽ ലിഡിയനെ കാണാൻ പോയായിരുന്നു. എന്നിട്ട് ലിഡിയോട് ടൈലർ എല്ലാ സത്യവും പറയും. എന്നിട്ട് പറയും അവനാണെങ്കിൽ ഇതെല്ലാം ആലിസണും കൂടെ തുറന്നു പറയാൻ പോകാമെന്നൊക്കെ. അപ്പോഴത്തേനും ലിഡിയ പറയും അവളുടെ മിൽക്ക് ഷേക്ക് മരുന്ന് കലക്കി ഇത് ഹോളിയാന്ന് ഉറപ്പാണ്, കാരണം അവളെപ്പറ്റി അന്വേഷിക്കുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ആലിസണും ടൈലറും കൂടെ ബീച്ച് വെച്ച് മീറ്റ് ചെയ്യും. ആലിസണാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു. അങ്ങനെ ആലിസൺ ആണെങ്കിൽ അവനോട് പറയും ഇനി അവൻ്റെ മുഖം കാണണ്ടെന്ന് പറയും. അങ്ങനെ ടൈലറാണെങ്കിൽ ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടി തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ഹോളിയാണെങ്കിൽ അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പോലെ ഇനി ഇവർക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ടൈലറാണെങ്കിൽ അതിനൊന്ന് റിപ്ലൈ കൊടുക്കാതെ അവൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഹോളിയാണെങ്കിൽ അവളെ തല്ലിയെന്നുള്ള കാരണം പറഞ്ഞ് അവന് സ്കൂളിൽ നിന്ന് സസ്പെൻഷൻ മേടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ സ്കൂളിൽ നിന്ന് സസ്പെൻഷനായി അവൻ തിരിച്ച് വന്ന് നെറ്റിൽ ഇവളെപ്പറ്റി ഒരുപാട് സെർച്ച് ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ ഇവൻ തപ്പി കണ്ടുപിടിക്കുക ഹോളിയുടെ യഥാർത്ഥ പേര് എലിസബത്ത് എന്നാണെന്നും അവളാണെങ്കിൽ ഇതുപോലെ തന്നെ ഏതോ ഒരു ആണിന് വേണ്ടി വേറൊരു പെൺകുട്ടി ആക്രമിച്ച കേസിൽ ഇതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നെന്നും. അങ്ങനെ അവനാണെങ്കിൽ ഈ ന്യൂസ് നേരെ ഹോളിക്ക് തന്നെ സെൻഡ് ചെയ്ത് വിടും. കാരണം തന്നെ പറ്റിയുള്ള സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ ഹോളിയാണെങ്കിൽ നേരെ ആലിസനെ തട്ടിക്കൊണ്ട് വരും. അതിനുശേഷം ആലിസൺ ബോധം കെട്ട് കിടക്കുന്ന ഒരു പിക്കാണെങ്കിൽ ടൈലറിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ ആലിസനെ ഹോളി വീട്ടിലാണെങ്കിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. അവിടേക്കാണ് അവളുടെ സ്റ്റെപ്പ് മദർ കയറി വരുന്നത്. സ്റ്റെപ്പ് മദർ വന്ന് ആലിസനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. പെട്ടെന്നാണ് ഹോളി പിന്നിൽ നിന്ന് വന്ന പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് അവരെ ശ്വാസം പിടിച്ച് കൊല്ലുന്നത്. അത് കഴിഞ്ഞാണ് അങ്ങോട്ട് ടൈലർ വരുന്നത്. ടൈലർ വരുമ്പോഴത്തേക്കിനും ആലിസൺ ആണെങ്കിൽ അവിടെ ബോധരഹിതയായിട്ട് കിടക്കുമായിരുന്നു. ടൈലർ അവളെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അന്നേരമാണ് അവിടെ സ്റ്റെപ്പ് മദറിൻ്റെ ഡെഡ് ബോഡി കാണുന്നത്. അത് കഴിഞ്ഞ് ടൈലറാണെങ്കിൽ ഈ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഹോളി വന്ന് നിൽക്കുന്നത്. ഹോളിയുടെ കയ്യിലാണ് ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ആലിസണെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ടൈലറാണ് അതിൻ്റെ മുന്നിലേക്ക് കയറിയുന്ന ആ ബുള്ളറ്റ് അവൻ ഏറ്റുവാങ്ങും. അങ്ങനെ ടൈലർ വീണ് കിടക്കുമ്പോഴാണ് ആലിസൺ അവിടെ ഇരിക്കുന്ന ഒരു കമ്പി എടുത്തിട്ട് ഹോളിയെ കുത്തുന്നത്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ടൈലറിൻ്റെ ഫ്രണ്ട്സും അങ്ങോട്ട് വരും. അങ്ങനെ അവനെ അവരെല്ലാവരും കൂടെ ആശുപത്രിയിൽ എത്തിക്കും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രശ്നങ്ങളെല്ലാം മാറിയ ശേഷം ടൈലറും ആലിസണും കൂടെ ടൈലറിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. അവരാണ് ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോളി ഒന്ന് രക്ഷപ്പെട്ടെന്നായിരുന്നു. ഹോളിയാണെങ്കിൽ ആംബുലൻസ് കയറ്റുന്നതിന് മുമ്പായിട്ട് ആ രക്ഷിച്ച ആളോട്
അവളെ നല്ലപോലെ നോക്കിക്കോണമെന്ന് പറയും. അപ്പോഴത്തേക്കിനും പുള്ളി നോർമലായിട്ട് പറയുന്ന പോലെ അവളുടെ കാര്യമെല്ലാം നോക്കിക്കോളാം എന്ന് പറയും. പക്ഷേ അവളാണെങ്കിൽ അവനെ ഇനി സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. അതോടുകൂടി ആ സിനിമ അവിടെ അവസാനിക്കും.